ദൈവനാമം മാത്തപ്പെടട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 50 ദിവസത്തെ നോമ്പും ഉപവാസവും പ്രത്യേകിച്ച് ഈ വർഷം പരിശുദ്ധ സഭയിൽ ആത്മീയ ചൈതന്യം തുളുമ്പുന്ന വിശുദ്ധ മൂറോൻ കൂദാശയും കർത്താവിൻ്റെ കഷ്ടാനുഭവവും കുരിശുമരണവും ഒക്കെ കഴിഞ്ഞ് ഉത്ഥാന പെരുന്നാളിൽ നാം എല്ലാവരും ആയിരിക്കുന്നു. ഇനിയുള്ള 50 ദിവസം ക്രിസ്തു ഉയർത്തു, അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു. ക്രൈസ്റ്റ് ഈസ് റിസൺ, ഇൻഡീഡ് ഹി ഈസ് റിസൺ എന്ന മുദ്രാവാക്യത്തെ നാം ഉറപ്പിച്ചു നിർത്തുന്ന കാലമാണല്ലോ. നമ്മുടെ 2 പിതാക്കന്മാരെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. ഒന്ന് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവാ തിരുമേനി. അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം നമ്മുടെ ഈസ്റ്ററിൽ ഓർക്കുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ച കുരിശിച്ച സത്യം ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും. മനോഹരമായ ഒരു വാക്യമാണത്. വെള്ളിയാഴ്ച ക്രൂശിച്ച സത്യം ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും. രണ്ടാമത്തെ പിതാവ് നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവാ തിരുമേനിയാണ്. അദ്ദേഹം എപ്പോഴും പറയുന്നൊരു വാക്യമായിരുന്നു, നേര് നിരങ്ങി എത്തിക്കൊള്ളും എന്നുള്ളത്. സത്യം പതുക്കെ വന്നുകൊള്ളും. ഉയർപ്പ് പെരുന്നാളിൽ എനിക്ക് സഭാമക്കളായ നിങ്ങളെല്ലാവരും ഉള്ളത്, സത്യം എത്ര നമസ്കരിക്കപ്പെട്ടാലും അത് ഉയർത്തെഴുന്നേൽക്കും. വെള്ളിയാഴ്ച തമസ്കരിച്ചുവെങ്കിൽ ഞായറാഴ്ച ഉയർത്തിരിക്കും. അത് പതുക്കെ പതുക്കെ സത്യത്തിൻ്റെ പാതയിൽ തന്നെ വന്നു നിന്ന് ഉയർത്തു നിൽക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നൽകുന്നത് സമാധാനത്തിൻ്റെയും ആത്യന്തികമായി നമുക്ക് പ്രത്യാശയുടെയും ദൂതാണ്. സമാധാനവും പ്രത്യാശയും നമ്മിലുണ്ടായി കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് ക്രിസ്തു സ്നേഹം പകരുവാനായിട്ട് നമുക്കിടയാകും. സമാധാനത്തിൻ്റെ ആത്മാവിൽ ക്രിസ്തു സ്നേഹം പകരുവാനും സത്യത്തെ തമസ്കരിക്കാതെ ഉയർപ്പിച്ചു നിർത്തുവാനും നമുക്കിടയാകട്ടെ. നമ്മുടെ എല്ലാ വാത്സല്യ മക്കൾക്കും നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ മനോഹരമായ ആശംസകൾ നേരുന്നു. വിശുദ്ധമായി ജീവിക്കുവാൻ ഈ വർഷത്തെ ഉത്ഥാന പെരുന്നാൾ നമ്മെ ഒരുക്കട്ടെ. സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.